ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ വേറൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മേനെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓഫീസിലെത്തിയിട്ട് ഈവനിങ് വർക്കെല്ലാം കഴിഞ്ഞ് പഞ്ച് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ നിൽക്കുന്നൊരു ഇതാണ് കാണുന്നത്. എന്താണെന്ന് അറിയില്ല, രാവിലെ ചെന്ന് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഭയങ്കര സന്തോഷവും ധൃതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതാ വേറൊരു പ്രശ്നം അതിനിടയിൽ പറ്റി. ഇന്ന് എന്ത് ഡേ ആണെന്ന് എനിക്കറിയില്ല. വണ്ടി എനിക്ക് ചെറിയൊരു പണി തന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പാറുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ചുണ്ണൂനായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തി വണ്ടി ഓഫായിട്ട് പിന്നെ വണ്ടി ഓൺ ആയതേ ഇല്ല. ലൈറ്റും വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇഗ്നീഷ്യൻ പോയി എന്നാണ് വർക്ക്ഷോപ്പുകാരും പറഞ്ഞത്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ അതും എന്ത് ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. ഇവനെനിക്ക് ഇതുവരെ ഒരു പണിയും തന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പണി ഇവനെനിക്ക് തന്നത്. അപ്പോൾ അതേ അതിനിടയ്ക്ക് വേറൊരു ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കാക്ക തൂറിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഇന്ന് എന്ത് ഡേ ആണെന്ന് ആലോചിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ അതിനടുത്തുള്ള ജിഞ്ചർ സോഡ, ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. പച്ചാളം പാലത്തിൻ്റെ അടുത്തുള്ളതാണ്. നല്ല ടേസ്റ്റായിട്ട് ഇവിടെ പലതരം സർബത്തുകളുണ്ട്. ജിഞ്ചർ സർബത്ത് ഉണ്ട്, പിന്നെ പാൽ സർബത്ത് ഉണ്ട്, ബൂസ്റ്റ് സർബത്ത് ഉണ്ട്. നല്ല ടേസ്റ്റായിട്ടോ. ഈ പാൽ സർബത്ത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. മിക്കപ്പോഴും ഇവിടെ നിന്ന് ജിഞ്ചർ സോഡയാണ് കുടിക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷേ നല്ലൊരു റിഫ്രഷിങ് ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ഫേമസ് കട തന്നെയാണത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയതിന് ശേഷം നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി പപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പനായിട്ട് ചെന്നു. പിന്നെ നമ്മൾ നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള അഭിരാമി കയറിയിട്ട് മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഇവിടെ നാട്ടിൽ കഴിക്കാറ്. ചുണ്ണനാണെങ്കിൽ പനി മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഐസ്ക്രീം വേണം. പിന്നെ അവൻ്റെ വാശിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് അയ്യോട്ടു. അതുകൊണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പനും ഞാനും പാറും ഒരു നെയ് റോസ്റ്റും ഒരു വടയൊക്കെ വെച്ചിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആ വൈകുന്നേരം ക്ഷീണിച്ച് ഇരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുണ്ണും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിലാണ്, വണ്ടി ഓൾറെഡി നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബസ്സിലാണ് തിരിച്ചു പോയത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.